ഇന്നത്തെ സന്ദേശത്തിനായി 148 സങ്കീർത്തനം 9 വാക്യം നമുക്ക് എടുക്കാം. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന 19 സങ്കീർത്തനം 1 വാക്യത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളിലൂടെയാണ് വചനപ്രഭാതം ഇപ്പോൾ പോകുന്നത്. സ്വർഗത്തിൽ മുതൽ ആരാധനയും സ്തുതിയും തുടങ്ങിയിട്ട് സമുദ്രത്തിൽ പോയിട്ട് തിരിച്ച് കരയിൽ വന്നിട്ട് പറയുകയാണ്, കോടാനുകോടി വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, ഇവരൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വൃക്ഷങ്ങൾ സ്തുതിക്കട്ടെ. വൃക്ഷങ്ങൾ സ്തുതിക്കുന്നത് ഫലം നൽകുന്നതിലൂടെയാണ്. ഫലമില്ലാത്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിന് കോടാലി വയ്ക്കുമ്പോൾ ഫലമുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തൂമ്പ വെച്ച് മണ്ണ് മാറ്റി വളമിട്ട് കൊടുക്കും, വെള്ളമൊഴിച്ചു കൊടുക്കും. ഫലമില്ലാത്ത വൃക്ഷത്തിന് കോടാലി വരുന്നു. ഇങ്ങനെ തിരുവെഴുത്ത് പറയുമ്പോൾ വൃക്ഷം മനുഷ്യനോട് ഉപമിക്കപ്പെട്ടിരിക്കുന്നു. ജോസഫ് എന്ന മഹാനായ ദൈവഭക്തനെ കുറിച്ച് അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമത്രേ എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ കൊമ്പുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ്റെ വേരിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 1 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന ഭക്തൻ ആറിൻ്റെ അരികെ നിന്ന് വെള്ളത്തിൻ്റെ ഗന്ധത്തിലേക്ക് വേരിറങ്ങിപ്പോകുന്ന വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നു. ആ വൃക്ഷം ഇലവാടുകയില്ല, ഫലം കായ്ക്കും കറക്റ്റ് സമയത്ത്. എന്തുകൊണ്ടാണെന്നറിയാമോ? പുഴ അവിടെ ഉള്ളത് കൊണ്ട്. ആ പുഴയോട് മുട്ടി ഈ വൃക്ഷത്തിൻ്റെ വേര് നിൽക്കുന്നത് കൊണ്ട്. അപ്പം ജോസഫും വചനം ധ്യാനിക്കുന്ന ഭക്തനും ദുഷ്ടന്മാരുടെ കൂടെ ആലോചന പ്രകാരം നടക്കാത്ത വിശ്വാസി വിശുദ്ധൻ പുഴയുടെ അരിയിലേക്ക് വേര് നീണ്ടു നിൽക്കുന്ന ഫലവൃക്ഷം പോലെയാണ്. മറ്റ് വൃക്ഷങ്ങൾ സീസൺ അനുസരിച്ച് ഇല പൊഴിക്കും. എന്നാൽ ഇതിന് സീസൺ ബാധിക്കാതെ വണ്ണം ജലസമൃദ്ധി കൊണ്ട് ഇവനെ വ്യത്യസ്തനാക്കി നിർത്തും. അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ പ്രമുഖനാണ് ജോസഫ്. വ്യത്യസ്ത സാഹചര്യങ്ങൾ തനിക്കുണ്ടായി. അത് സത്യമല്ല എന്ന് ആർക്കും അറിയില്ല അവൻ്റെ കാലഘട്ടത്തിൽ. ബൈബിളിൻ്റെ ഒരു രീതി വെച്ച് പഠിക്കണം. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ പറയാം. ജോസഫ് ജീവിച്ചിരിക്കുമ്പോൾ ജോസഫ് അല്ല ആ തെറ്റ് ചെയ്തത്. ആ സ്ത്രീയാണ് ആ തെറ്റുണ്ടാക്കിയതെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഏതെങ്കിലും പത്രത്തിലോ യൂട്യൂബിലോ വന്നോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോസഫൊക്കെ മരിച്ച് എത്രയോ വർഷം കഴിഞ്ഞ മോശ ജനിക്കുന്നേ. മോശയല്ലേ ഉൽപ്പത്തി പുസ്തകം എഴുതിയത്? ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത കാര്യം എഴുതിയതല്ലേ. എന്നെ കേൾക്കുന്നവരോട് പറയാം, ചില കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടില്ലെങ്കിലും നീ ഭയപ്പെടരുത്. ജോസഫ് ആ കാലത്ത് രാജാവായി മന്ത്രിയായി എന്നുള്ളത് ശരിയാണെങ്കിലും ഇത് കള്ളത്തരമായിരുന്നു എന്ന് ആർക്കറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വൃക്ഷത്തിൻ്റെ കാര്യമാണ്. ജോസഫ് എന്നിട്ടും ഇല പൊഴിഞ്ഞില്ല, ഫലം കുറഞ്ഞില്ല. കാരണം ആറിൻ്റെ അരികത്തായിരുന്നു. വൃക്ഷങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതും കൂടിയാണ്. ഈ കാണുന്ന സകല വൃക്ഷങ്ങളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു.
മനുഷ്യ, ഇത് നിന്നെ ബാധിക്കും. ചിന്തിക്കൂ, വായിക്കൂ, പ്രാർത്ഥിക്കൂ.